കർണാടകയിലെ കൊടക് ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് ലൊക്കേഷനുകളാണ് നമ്മൾ പ്രാവശ്യം യാത്ര ചെയ്യാൻ പോകുന്നുള്ളത്. അതിലൊന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്ന തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് മടിക്കേരി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. മണ്ടൽപ്പട്ടി എന്നാണ് ഹിൽ സ്റ്റേഷൻ്റെ പേര്. അവിടേക്കാണ് നമ്മൾ തലക്കാവേരിക്ക് ശേഷം പോകാൻ പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ വീസിൻ്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്രഹ്മഗിരി മലനിരയുടെ ഭാഗമായ തലക്കാവേരി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4186 അടി ഉയരത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുമൂടിയ കാലാവസ്ഥയാണ് ഇവിടെ മിക്ക സമയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കേരളത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശം കൂടിയാണ് കാവേരി എന്ന് പറയുന്നത്. കേരളത്തിലെ പാണത്തൂരിൽ നിന്നും ഏകദേശം 37 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ഒരുപാട് മലയാളികൾ ഇവിടേക്ക് സന്ദർശകരായി എത്തുന്നുണ്ട്. ഒരു ശനിയാഴ്ച ദിവസം വൈകിട്ടാണ് നമ്മൾ ഇവിടേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും മഞ്ഞുള്ളൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചായ കുടിച്ച് ഇനിയുള്ള യാത്ര ആരംഭിക്കാമെന്ന് വെച്ച് പോകുന്ന വഴിയിൽ കണ്ട ഒരു ചായക്കടയിൽ കയറിയിട്ടാണുള്ളത്. ഇങ്ങനെ ഒരുപാട് ചായക്കടകളും സ്ഥാപനങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചുണ്ട്. പോകുന്ന വഴിയിൽ ധാരാളം ഉണ്ട്. നമുക്കൊരു ചായ കുടിച്ച് ഇനി അങ്ങോട്ടുള്ള യാത്ര തുടരാം. തലക്കാവേരിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് 3 മണിക്കോ ശേഷം യാത്രാ സമയം തിരഞ്ഞെടുക്കുക. കാരണം നല്ല രീതിയിലുള്ള ആ മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് ഈ സമയങ്ങളിലായിരിക്കും. വരുന്ന വഴി മൊത്തം നമുക്ക് നല്ല ഭൂപ്രകൃതി ആയതുകൊണ്ട് നല്ല കാഴ്ചകളും വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ വരുന്ന വഴി വലിയൊരു ഫോറസ്റ്റ് ഏരിയ കൂടി നമുക്ക് കടന്നു വരാനുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ 2 സമയങ്ങളിലാണ്. അപ്പോൾ ആ ടൈം എല്ലാവരും ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, ആ സമയത്ത് വരാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇവിടെ 6 മണി 7 മണി ആകുമ്പോഴേക്കും ദർശനം കഴിയുന്നതാണ്. അപ്പോൾ അതിനു മുമ്പേയും ഇവിടേക്ക് എത്താൻ ശ്രമിക്കുക എല്ലാവരും. കാവേരി ക്ഷേത്രത്തിലേക്ക് കയറുമ്പോഴുള്ള ഒരു കവാടമാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ കവാടത്തിന് ശേഷം കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനവും ക്ഷേത്രങ്ങൾ ഒക്കെ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മൾ സ്റ്റെപ്പുകൾ കയറി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയും അഗസ്ത്യാമുനിയുമാണ്. കൂടാതെ കാവേരി നദി ഉത്ഭവിക്കുന്നത് ക്ഷേത്രത്തിന് മുൻവശത്തായുള്ള ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അവിടെ കാണുന്ന ചെറിയൊരു തീർത്ഥക്കുളത്തിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അതായത് കാവേരി ദേവിയെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലം കൂടിയാണത്. ജലം തന്നെയാണ് അവിടെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ആ കാവേരി നദി അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇവിടേക്ക് വീണ് ഇവിടുന്ന് നദിയായി താഴേക്ക് ഒഴുകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത്, വിശേഷ ദിവസം എന്ന് പറയുന്നത് തുലാം സംക്രമമാണ്. അപ്പം അന്നാണ് ഇവിടെ കാവേരി നദിയിൽ ഗംഗ വന്ന് ചേരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കാവേരി സംക്രമത്തിൽ പങ്കെടുക്കാറുണ്ട്. 2007 ശേഷമാണ് കർണാടക സർക്കാർ ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. അതിന് മുന്നേ സാധാരണ രീതിയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയതിനു ശേഷമാണ് ക്ഷേത്രം ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ഇനി നമ്മൾ മടിക്കേരിയിലേക്കാണ് യാത്ര തുടരാൻ പോകുന്നുള്ളത്. മിക്കവാറും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രി ആയിരിക്കും. അപ്പോൾ അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും മണ്ടൽപ്പട്ടി ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി രാവിലെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.